എല്ലാവർക്കും നമസ്കാരം. എൻട്രിയുടെ ടീച്ചിങ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം തന്നെ പറയട്ടെ, ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത്യാവശ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. കാരണം എൻട്രിയുടെ ടീച്ചിങ് യൂട്യൂബ് ചാനലിലൂടെ വിവിധ ടീച്ചിങ് പരീക്ഷകൾക്കുള്ള എല്ലാ ഫ്രീ ക്ലാസ്സുകളും, പ്രഗത്ഭരായ അധ്യാപകർ നയിക്കുന്ന ഫ്രീ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഈ സേവനം നിങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തണം. അതുമാത്രമല്ല, സെറ്റ്, നെറ്റ്, കേറ്ററ്റ് തുടങ്ങിയ യോഗ്യതാ പരീക്ഷകൾക്കുള്ള ക്ലാസ്സുകളും ഇതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ആദ്യം തന്നെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഞാൻ കാര്യത്തിലേക്ക് കടക്കുന്നു. ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്, ഞാൻ നിങ്ങളോട് പറഞ്ഞു HSA ഇംഗ്ലീഷ് അതുപോലെ തന്നെ സെറ്റ് ഇംഗ്ലീഷ് കോഴ്സുകൾ എൻട്രിയിൽ ആരംഭിച്ചു കഴിഞ്ഞു. വളരെ വിദഗ്ധരായിട്ടുള്ള അധ്യാപകർ ഓരോ സ്പെഷ്യൽ ടോപ്പിക്കുകൾ കൈകാര്യം ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായിട്ട് യൂട്യൂബിനെ ആശ്രയിച്ചിരിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ മുന്നിലേക്ക് കുറച്ച് ഫ്രീ ക്ലാസ്സുമായിട്ട് ഞാൻ എത്തുകയാണ്. ചിലപ്പോൾ ആദ്യം വരുന്നത് ഗ്രാമർ ക്ലാസ് ആണെങ്കിൽ പിന്നെ ഫൊണറ്റിക്സിൻ്റെ ക്ലാസ് ആയിരിക്കും. അതുപോലെ തന്നെ പോയട്രി, പ്രോസ്, അതുപോലെ ലിറ്ററേച്ചർ ടോപ്പിക്, ഡ്രാമ, അങ്ങനെ ടീച്ചിങ് മെത്തഡോളജി, അങ്ങനെയുള്ള എല്ലാ മേഖലകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ എളുപ്പത്തിൽ അത് വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് ഡിഫിക്കൽട്ടായിട്ടുള്ള പോർഷൻസ് നമ്മൾ എളുപ്പത്തിൽ പഠിച്ചെടുക്കുന്നത് എന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന രണ്ടാമത്തെ ക്ലാസ്സുമായിട്ടാണ്. നിങ്ങൾക്കറിയാം, ആദ്യത്തെ ക്ലാസ്സിൽ നസീം എസീഖിയലിൻ്റെ ദ നൈറ്റ് ഓഫ് ദ സ്കോർപിയോൺ എന്ന് പറയുന്ന പോയമാണ് നമ്മൾ കൈകാര്യം ചെയ്തതെങ്കിൽ ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് എല്ലാവരും ഭയത്തോടു കൂടി കാണുന്ന ഫൊണറ്റിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. നമുക്കറിയാം, നമ്മുടെ ഡിഗ്രി പരീക്ഷകൾ മുതൽ ഇംഗ്ലീഷ് പഠിച്ച ഒരാളെ സംബന്ധിച്ച് ഏറ്റവും തലവേദനയായ ഒരു ഭാഗമാണ്. എന്നാൽ രസകരമായിട്ട് പഠിച്ചാൽ ഈസി ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കുകയും പഠിപ്പിക്കാനും പറ്റുന്ന ഒരു മേഖലയാണ്. സോ ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് ഏറ്റവും ഇത് ഒന്നും അറിയാത്ത ഒരാൾക്കും എങ്ങനെ ഇത് മനസ്സിലാക്കി കൊടുക്കാമെന്നാണ്. ഇതിന് പ്രത്യേകിച്ച് ഒരു ഓർഡർ ഒന്നുമില്ല. കുറച്ച് ടേംസുകൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോവുകയാണ്. അതെങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്, എളുപ്പത്തിൽ എങ്ങനെ മനസ്സിലാക്കും. സത്യം പറഞ്ഞാൽ ഞാനിപ്പം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ഇത് ഞാൻ തന്നെ തയ്യാറാക്കിയ നോട്ട്സാണ്. അത് ഞാൻ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അല്ലെങ്കിൽ PGക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതെങ്ങനെ എളുപ്പത്തിൽ ഗ്രഹിച്ചെടുക്കാം എന്നതിൻ്റെ ഭാഗമായിട്ട് പല ഗൈഡുകളും നോക്കിയിട്ട് ഞാൻ തന്നെ തയ്യാറാക്കിയ ഒരു നോട്ട്സ് എൻ്റെ കയ്യിലിരുന്നു. അന്ന് അങ്ങനെയാണ് ഞാനിത് എളുപ്പത്തിൽ പഠിച്ചെടുത്തത്. അത് നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ്. അത് നിങ്ങൾക്ക് ആര് പറഞ്ഞതിനേക്കാൾ ബെറ്ററായിട്ട് നിങ്ങൾക്കത് മനസ്സിലാകുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. ക്ലാസ് അവസാനം വരെ കാണണം. ഒരു 6 ടേംസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. കൂടുതലായിട്ട് ഞാൻ ഇന്ന് ഫൊണറ്റിക് ട്രാൻസ്ക്രിപ്ഷനിലേക്ക് ഒന്നും കടക്കുന്നില്ല, മറിച്ച് അതിൻ്റെ പ്രസക്തമായ കുറച്ച് ഭാഗങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. ഇതിൻ്റെ അടുത്ത ഭാഗം പിന്നീട് വരുന്നതായിരിക്കും. സോ ക്ലാസ് 2 ഫൊണറ്റിക്സ്. ഞാൻ ആദ്യമായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ടേം RP എന്ന് പറയുന്ന ടേമാണ്. RP എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റിസീവ്ഡ് പ്രൊനൗൺസിയേഷൻ എന്നാണ്. റിസീവ്ഡ് പ്രൊനൗൺസിയേഷൻ എന്താണ്? റിസീവ്ഡ് പ്രൊനൗൺസിയേഷൻ, RP is the shortened form of received pronunciation which is the most widely accepted English pronunciation. അതായത് ഏറ്റവും അക്സെപ്റ്റ് ചെയ്ത ഇംഗ്ലീഷ് പ്രൊനൗൺസിയേഷനെ വിളിക്കുന്ന പേരാണ് RP അഥവാ റിസീവ്ഡ് പ്രൊനൗൺസിയേഷൻ. എല്ലാ ഭാഷകൾക്കും ഇങ്ങനെ ഒരു റിസീവ്ഡ് പ്രൊനൗൺസിയേഷൻ ഉണ്ടായിരിക്കും. അമേരിക്കക്കാർക്കാണെങ്കിൽ അത് GA ആണ്, ജനറൽ അമേരിക്ക എന്ന് പറയും. സോ നമുക്കറിയാം, മലയാളം എന്ന് പറയുന്ന ഭാഷ പാറശാല മുതൽ കാസർഗോഡ് വരെയുള്ളവർ സംസാരിക്കുന്നത് ഒരുപോലെയല്ല. ഒരുപാട് ഡയലക്ട്സ് ഉണ്ട്. വാട്ട് ഈസ് എ ഡയലക്ട്സ്? എന്താണ് ഡയലക്റ്റ് എന്ന് പറഞ്ഞാൽ? ഡയലക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറൈറ്റീസ് ഓഫ് ദ സെയിം ലാംഗ്വേജ്. ഒരു ഭാഷയുടെ വ്യത്യസ്ത രൂപങ്ങളെയാണ് ഡയലക്റ്റ് എന്ന് പറയുന്ന പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് കോട്ടയംകാരൻ എന്നതാടാ ഉവ്വെന്ന് ചോദിക്കും. തൃശ്ശൂരുകാരൻ എന്തുട്രാ ശവീന്ന് ചോദിക്കും. തിരുവനന്തപുരംകാരൻ എന്തിനടെ അപ്പി എന്ന് ചോദിക്കും. ആരും വിഷമിക്കരുത്, ഞാനൊരു എക്സാമ്പിളിന് വേണ്ടി പറയുന്നതാണ്. ഈ പ്രയോഗങ്ങൾ എത്രമാത്രം ശരിയാണെന്ന് എനിക്കറിയില്ല, എങ്കിലും അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് പല ആൾക്കാരും സംസാരിക്കുന്നത്. ഞങ്ങൾ കൊല്ലക്കാർ എന്തോ ഒണ്ട്ര എന്ന് ചോദിക്കും. എന്തോ ഒണ്ട്ര, അവൾ വേണ്ട, ഇവൾ വേണ്ട എന്നൊക്കെ പറയുന്ന പോലെ. സോ ഇതെല്ലാം ഒരു ഭാഷയുടെ വെറൈറ്റീസ് ആണ്. ഇതിനെയാണ് ഡയലക്റ്റ് എന്ന് വിളിക്കുന്നത്. പല ഡയലക്റ്റ് ഉണ്ട്. എന്നാൽ കേരളത്തിലെ ഏറ്റവും അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഡയലക്റ്റ് എനിക്ക് തോന്നുന്നത് കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇതിലെ കുറച്ച് ഏരിയയിൽ മാത്രം സംസാരിക്കുന്ന പ്രോപ്പർ മലയാളമാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് പൂർണ്ണമായിട്ടും അറിയത്തില്ല. അങ്ങനെ ഇംഗ്ലീഷ് ഈസ് നോട്ട് പ്രൊനൗൺസ്ഡ് അലൈക്ക് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ഇംഗ്ലണ്ട്. നമുക്കറിയാം, ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഭാഷ തന്നെ ഇംഗ്ലണ്ടിൽ എല്ലായിടത്തും ഒരുപോലെയല്ല സംസാരിക്കുന്നത്. ഇംഗ്ലണ്ടിൽ പോലും ഒരുപോലെയല്ല സംസാരിക്കുന്നത്. ഡാനിയൽ ജോൺസ് ഇതിനെ എങ്ങനെ വിശദീകരിക്കുന്നു?
ഡാനിയൽ ജോൺസ് എങ്ങനെയാണ് വിശദീകരിക്കുന്നത്? ഡാനിയൽ ജോൺസ് ഡിസ്ക്രൈബ്സ് ദിസ് പ്രൊനൗൺസിയേഷൻ ആസ് ദാറ്റ് very usually heard in everyday speech in the families of English people who have been educated in the public schools. English is not pronounced alike even in different parts of England. അപ്പോൾ ഡാനിയൽ ജോൺസ് എങ്ങനെയാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്? ഡാനിയൽ ജോൺസ് ഡിസ്ക്രൈബ്സ് ദിസ് പ്രൊനൗൺസിയേഷൻ as that very usually heard in everyday speech in the families of English people who have been educated in the public schools. അങ്ങനെയാണ് ഡാനിയൽ ജോൺസ് ഇതിനൊരു വിശദീകരണം കൊടുക്കുന്നത്. നമുക്കറിയാം ഇംഗ്ലീഷ് ഈസ് നോട്ട് പ്രൊനൗൺസ്ഡ് അലൈക്ക് ഈവൻ ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിലെ എല്ലാ ഭാഗങ്ങളിലും ഇംഗ്ലീഷ് ഒരുപോലെയല്ല സംസാരിക്കുന്നത്. ലണ്ടൻ പ്രൊനൗൺസിയേഷൻ ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ഇൻ ബ്രിസ്റ്റോൾ. ലണ്ടൻകാർ സംസാരിക്കുന്നത് പോലല്ല ബ്രിസ്റ്റോളിൽ സംസാരിക്കുന്നത്. ബ്രിസ്റ്റോൾ ഒരു സിറ്റിയാണ്, ഇംഗ്ലണ്ടിലെ ഒരു സിറ്റിയാണ്. സോ ഡാനിയൽ ജോൺസ് സേസ് ഫർദർ ദാറ്റ് he used the term RP for want of a better term, and that is why he meant only widely understood pronunciation. Widely understood pronunciation എന്ന ഒരു പ്രയോഗത്തിന് പകരമാണ് അദ്ദേഹം RP അഥവാ received pronunciation എന്നൊരു പേര് കൊടുത്തതെന്ന് ഡാനിയൽ ജോൺസ് പിന്നീട് പറഞ്ഞിട്ടുണ്ട്. Received pronunciation is accepted as a standard of correctness all over England. ഇംഗ്ലണ്ടിൽ മൊത്തം ലാംഗ്വേജിൻ്റെ കറക്ഷൻ ആയിട്ട് എന്തുപയോഗിക്കാറുണ്ട്? റിസീവ്ഡ് പ്രൊനൗൺസിയേഷൻ ഉപയോഗിക്കാറുണ്ട്. The Americans have their own model of pronunciation. Instead of RP, they have GA or General America. അമേരിക്കൻസിനും ഉണ്ട്. അമേരിക്കയിൽ ചെല്ലുമ്പം അത് ജനറൽ അമേരിക്കയാണ്, GA എന്ന് പറയും. സോ എന്താണ് RP? റിസീവ്ഡ് പ്രൊനൗൺസിയേഷൻ. ഞാൻ ഉദാഹരണം പറഞ്ഞു, അതിനിടയ്ക്ക് ഞാൻ ഡയലക്റ്റ് എന്താണെന്ന് പറഞ്ഞു. ഡയലക്റ്റ് എന്ന് പറഞ്ഞാൽ വെറൈറ്റീസ് ഓഫ് എ സെയിം ലാംഗ്വേജ്. ഒരു ഭാഷയുടെ തന്നെ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് എ സെയിം ലാംഗ്വേജ്. ഒരു ഭാഷയുടെ ഡിഫറെൻറ്റ് ഫോംസിനെ വിളിക്കുന്ന പേരാണ് ഡയലക്റ്റ് എന്ന് വിളിക്കുന്നത്. സോ RP ഈസ് ദ ഷോർട്ടൻഡ് ഫോം ഓഫ് റിസീവ്ഡ് പ്രൊനൗൺസിയേഷൻ വിച്ച് ഈസ് ദ മോസ്റ്റ് വൈഡ്ലി അക്സെപ്റ്റഡ് English pronunciation, received or accepted English pronunciation. Daniel Jones describes this pronunciation as that very usually heard in everyday speech in the families of the southern English people who have been educated in the public schools. English is not pronounced alike even in different parts of England. London pronunciation is different from that in Bristol. English ഒരുപോലല്ല സംസാരിക്കുന്നത്. ലണ്ടനിലും ബ്രിസ്റ്റോളിലും രണ്ട് രീതിയിലാണ് സംസാരിക്കുന്നത്. Daniel Jones says further that he used the term RP for want of a better term, and that is why he meant only widely understood pronunciation. Received pronunciation is accepted as a standard of correctness all over England. The Americans have their own models of pronunciation. Instead of RP, they have GA or General America എന്ന് പറയും. ഇനി നമുക്ക് രണ്ടാമതൊരു ടേം, നമ്മൾ ഈ ഫൊണറ്റിക്സ് വരുന്ന സമയത്ത് ആദ്യം വരുന്നതാണ് വൊവൽസ്, കൺസണൻസ്, ഡിപ്തോങ്സ്. ഇവ പഠിക്കുന്നതിന് മുമ്പ് വാട്ട് ആർ വോയിസ്ഡ് ആൻഡ് വോയിസ്ലെസ് സൗണ്ട്സ്, എന്താണ് വോയിസ്ഡ് സൗണ്ട്സ് ആൻഡ് വോയിസ്ലെസ് സൗണ്ട്സ് എന്ന ഒരു ചോദ്യം വരും. സോ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. വൈൽ ഓൾ ദ വോവൽസ് ആർ വോയിസ് സൗണ്ട്സ്, കൺസണൻസ് ആർ ഡിവൈഡഡ് ഇൻറ്റു വോയിസ്ഡ് ആൻഡ് വോയിസ്ലെസ് സൗണ്ട്സ്. എന്താണ്? എല്ലാ വൊവൽസും വോയിസ്ഡ് ആണ്. അവിടെ വൊവൽസ് എല്ലാം വോയിസ്ഡ് ആണ്. കാരണം വിതൗട്ട് എനി ഓഡിബിൾ ഫ്രിക്ഷൻ, ഇല്ലാതെ യാതൊരു തരത്തിലുള്ള തടസ്സവും ഇല്ലാതെ പ്രൊനൗൺസ് ചെയ്യുന്ന സൗണ്ട്സ് ആണ് ഈ വൊവൽ സൗണ്ട്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതെല്ലാം വോയിസ്ഡ് ആയിരിക്കും. ബട്ട് ഇൻ ദ കേസ് ഓഫ് കൺസണൻസ്, നമ്മൾ ഈ സ്വരാക്ഷരം മാറ്റി നിർത്തിയാൽ കൺസണൻസിൻ്റെ കാര്യം വരുമ്പം ദേ ക്യാൻ ബി ഫർദർ ക്ലാസിഫൈഡ് ഇൻറ്റു വോയിസ്ഡ് സൗണ്ട്സ് ആൻഡ് വോയിസ്ലെസ് സൗണ്ട്സ്. നമുക്ക് 24 കൺസണൻറ്റ് സൗണ്ട് ഉണ്ട്. അതിനകത്ത് തന്നെ വോയിസ്ഡും ഉണ്ട്, വോയിസ്ലെസ്സും ഉണ്ട്. ഞാൻ ആ ഡിവിഷനും അതിൻ്റെ എണ്ണവും അതിനെ എങ്ങനെയാണ് ബേസ് അതൊക്കെ പിന്നീട് ഒരു ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഇപ്പം നമുക്ക് കുറച്ച് ടേം മാത്രം പഠിച്ചു പോകാം. എന്താണ് വോയിസ്ഡ് സൗണ്ട്സ്, എന്താണ് വോയിസ്ലെസ് സൗണ്ട്സ്? ഇനി ആരെങ്കിലും ചോദിച്ചാൽ സിമ്പിളായിട്ട് നമ്മൾ മനസ്സിലാക്കുക, എല്ലാ വവലുകളും എന്താണ് വോയിസ്ഡ് ആണ്. എന്നാൽ കൺസണൻസ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു വോയിസ്ഡ് ആൻഡ് വോയിസ്ലെസ് സൗണ്ട്സ്. വാട്ട് ഈസ് എ വോയിസ്ഡ് സൗണ്ട്? The word voiced is connected with the term vocal cord. ഈ വോയിസ്ഡ് എന്ന് പറയുന്ന വാക്ക് ഏത് വാക്കിൽ നിന്നുണ്ടായതാണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് പറയാം, വോക്കൽ.
വോക്കൽ കോഡ് എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ്. സോ ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് ദ വേർഡ്, ദ ടേം വോക്കൽ കോഡ്. ദ പിച്ച് ഓഫ് ദ സൗണ്ട് ഈസ് ഡിറ്റർമിൻഡ് ബൈ ദ ലെങ്ത് ഓഫ് ദ വോക്കൽ കോഡ്. അതായത് ഒരാളുടെ സൗണ്ടിൻ്റെ പിച്ച് ഡിറ്റർമൈൻ ചെയ്യുന്നത് അയാളുടെ വോക്കൽ കോഡിൻ്റെ ലെങ്ത് വെച്ചാണ്. The pitch of the sound is determined by the length of the vocal cord. When the vocal cords are brought near together and the air is forced between them and they vibrate, producing a musical sound. എന്താണെന്ന് മനസ്സിലായോ? അതായത് എങ്ങനെയാണ് വോയിസ്ഡ് സൗണ്ട്സ് ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത്. When the vocal cords are brought near together, when the vocal cords are brought near together and the air is forced between them and they vibrate, and when they vibrate they produce a musical sound. ഒരു മ്യൂസിക്കൽ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് വൈബ്രേറ്റ് ചെയ്യാറുണ്ട്. The sounds produced with the vocal cord vibrating are called voiced sounds. എന്താണ്? The sounds produced with the vocal cord vibrating are called voiced sounds. Those sounds produced with the vocal cord not vibrating are called voiceless sounds. മനസ്സിലായോ? അതായത് the sounds produced with the vocal cord vibrating are called voiced sounds and the sounds produced with the vocal cord not vibrating are called voiceless sounds. Generally women, ഇവിടെ ഒരു വേർഡ് മിസ്സായിട്ടുണ്ട്, women have shorter vocal cords, that is why they speak less loudly. സ്ത്രീകൾക്ക് പലപ്പോഴും വോക്കൽ കോഡ് ഷോർട്ടർ ആയതുകൊണ്ട്, ലെങ്ത് ഇല്ലാത്തത് കൊണ്ട് അവർ സംസാരിക്കുന്നത് ലെസ് ലൗഡ്ലി ആണെന്ന് പറഞ്ഞു വെക്കുന്നു. ഓക്കെ, വോയിസ്ലെസ് സൗണ്ട്സ് കം ഫ്രം ദ മൗത്ത് ആൻഡ് ദേ ഡു നോട്ട് പ്രൊഡ്യൂസ് എനി എഫക്റ്റ് ഓൺ ദ വോക്കൽ കോഡ്. ഈ വോയിസ്ലെസ് സൗണ്ട്സിന് ഒരു ഡിസ്ക്രിപ്ഷനും കൂടെ കൊടുത്തിരിക്കുകയാണ്. ദേ കം ഫ്രം ദ മൗത്ത്, അത് വരുന്നത് മൗത്തിൽ നിന്നാണ്. ആൻഡ് ദേ ഡു നോട്ട് പ്രൊഡ്യൂസ് എനി എഫക്റ്റ് ഓൺ ദ വോക്കൽ കോഡ്. അതുകൊണ്ട് തന്നെ വോക്കൽ കോഡിൽ ഒരു തരത്തിലുള്ള വൈബ്രേഷനും ഉണ്ടാക്കുന്നില്ല. ഇനിയും എന്താണ് വോയിസ്ഡ് ആൻഡ് വോയിസ്ലെസ് സൗണ്ട്? സിമ്പിളായിട്ട് അങ്ങനെ പറഞ്ഞുതരാം. While all the vowels are voiced sounds, consonants can be classified into voiced sounds and voiceless sounds. Actually, the word voiced is connected with the term vocal cord. The pitch of the sound is determined by the length of the vocal cord. When the vocal cords are brought near together and the air is forced between them, they vibrate, producing a musical sound. The sounds produced with the vocal cord vibrating are called voiced sounds, and the sounds produced with the vocal cord not vibrating are called voiceless sounds. സ്ത്രീകൾക്ക് എന്തുകൊണ്ട് ഒരു ലെസ് ലൗഡ്ലി ആയിട്ട് അവർ സ്പീക്ക് ചെയ്യുന്നു ചോദിച്ചാൽ, ദേ ഹാവ് ഷോർട്ടർ വോക്കൽ കോഡ്സ്. ദ വോയിസ്ലെസ് സൗണ്ട്സ് കം ഫ്രം ദ മൗത്ത് ആൻഡ് ദേ ഡു നോട്ട് പ്രൊഡ്യൂസ് എനി എഫക്റ്റ് ഓൺ ദ വോക്കൽ കോഡ്. മൗത്തിൽ നിന്ന് വരുന്നത് കൊണ്ട് അവ യാതൊരു തരത്തിലുള്ള എഫക്റ്റും വോക്കൽ കോഡിൽ ഉണ്ടാക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് ഈ വോയിസ്ഡ് സൗണ്ട്സിനും വോയിസ്ലെസ് സൗണ്ട്സിനും ഉദാഹരണം നോക്കാം. ബ്, ഡ, ഗ ആർ വോയിസ്ഡ് കൺസണൻസ്, വൈൽ പ്, ഠ, ക ആർ വോയിസ്ലെസ് കോൺസണൻസ്. ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ രണ്ടെണ്ണം. തൽക്കാലം ഇത്രയും ഉദാഹരണം പഠിക്കുക. ഞാൻ ഈ വൊവൽസ്, കൺസണൻസ്, ഡിപ്തോങ്സ് അത് പ്രത്യേക ഒരു ക്ലാസ് ആയിട്ട് നിങ്ങൾക്ക് എടുത്തുതരാം. അത് മറ്റൊരു അവസരത്തിൽ എടുത്തുതരാം. അപ്പം നമ്മൾ രണ്ട് കാര്യങ്ങൾ പഠിച്ചു. ഒന്ന്, റിസീവ്ഡ് പ്രൊനൗൺസിയേഷൻ, RP. RP is the shortened form of received pronunciation. It is the most widely accepted English pronunciation എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചു. ഡാനിയൽ ജോൺസ് ഇതിന് കൊടുത്തൊരു ഡെഫിനിഷൻ നമ്മൾ പഠിച്ചു. വോയിസ്ലെസ് സൗണ്ട്സ് ആൻഡ് വോയിസ്ഡ് സൗണ്ട്സ്, എന്താണ് അതിൻ്റെ പ്രത്യേകത? അതും നമ്മൾ പഠിച്ചു. വൊവൽസ് എല്ലാം വോയിസ്ഡ് ആണെങ്കിൽ കൺസണൻസ് വോയിസ്ഡും ഉണ്ട്, വോയിസ്ലെസ്സും ഉണ്ട്. ഇതാണ് ഉദാഹരണം. ഇതെല്ലാം കോൺസണൻസ് ആണ്, പക്ഷേ അതിനകത്ത് തന്നെ വോയിസ് സൗണ്ട്സും ഉണ്ട്, വോയിസ്ലെസ്സും ഉണ്ട്. വോക്കൽ കോഡ് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അത് വോയിസ്ഡും, വൈബ്രേറ്റ് ചെയ്യാതെ പോകുമ്പോൾ അത് വോയിസ്ലെസ് ആണ്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വേർഡ് ഏതാന്ന് ചോദിച്ചാൽ വൊവൽസ് ആണ്. വൊവൽസ്, കൺസണൻസ്, ഡിപ്തോങ്സ്. അതുകൂടാതെ രണ്ട് ടേമും കൂടെ ഞാൻ ഇന്ന് ഈ ക്ലാസ്സിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഒന്ന്, വൊവൽസ്. നമ്മൾ പറഞ്ഞു ദേ ആർ വോയിസ്ഡ് സൗണ്ട്സ്. വൊവൽസ് ആർ വോയിസ്ഡ് സൗണ്ട്സ് ഡ്യൂറിംഗ് ദ പ്രൊഡക്ഷൻ ഓഫ് വിച്ച് the air escapes from the mouth freely and continuously
വിതൗട്ട് എനി ഓഡിബിൾ ഫ്രിക്ഷണൽ നോയ്സ്. എന്താണ്? നല്ലൊരു ഡെഫിനിഷനാണ്. വവൽസ് ആർ വോയിസ് സൗണ്ട്സ് ഡ്യൂറിംഗ് ദ പ്രൊഡക്ഷൻ ഓഫ് വിച്ച് the air escapes from the mouth freely and continuously without any audible friction. അതിനെയാണ് വവൽസ് എന്ന് പറയുന്നത്. വവൽസ് ആർ വോയിസ്ഡ് സൗണ്ട്സ് ആണ്. അതിൻ്റെ പ്രൊഡക്ഷനിൽ എയർ എസ്കേപ്പ് ഫ്രം ദ മൗത്ത് ഫ്രീലി ആൻഡ് കണ്ടിന്യൂസ്ലി വിതൗട്ട് എനി ഓഡിബിൾ ഫ്രിക്ഷൻ. ഇംഗ്ലീഷിൽ 12 വവൽസ് ഉണ്ട്. 12 വവൽസ്, 8 diphthongs, 24 consonants. Total 44 sounds. We have 44 sounds for expressing 26 alphabets for expressing 44 sounds. നമുക്ക് 26 അക്ഷരങ്ങളേ ഉള്ളൂ 44 സൗണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി. വി ഹാവ് ആൽഫബറ്റ്സ് എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ 26. എത്രയാണ് നമ്മുടെ വവൽസ് എന്ന് ചോദിച്ചാൽ എത്രയാണ്? നമുക്ക് വവൽസ് അല്ല, എത്ര സൗണ്ട്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ 44 സൗണ്ട്സ് ഉണ്ട്. ഇവിടെ കൺസണൻസ്. അപ്പം വവൽസിന്റെ ഡെഫിനിഷൻ എന്തായിരുന്നു? വവൽസ് ആർ വോയിസ്ഡ് സൗണ്ട്സ് ഡ്യൂറിംഗ് ദ പ്രൊഡക്ഷൻ ഓഫ് വിച്ച് ദ എയർ എസ്കേപ്സ് ഫ്രം ദ മൗത്ത് ഫ്രീലി ആൻഡ് കണ്ടിന്യൂസ്ലി വിതൗട്ട് എനി ഓഡിബിൾ ഫ്രിക്ഷണൽ നോയ്സ്. അതായത് നമുക്ക് 12 വവൽസ് ഇംഗ്ലീഷിലുണ്ട്. പഠിക്കണം, കണക്ക് നമ്മൾ അറിഞ്ഞിരിക്കണം. 12 വവൽസ്, 8 ഡിപ്തോങ്സ്. ഡിപ്തോങ്സ് എന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ പറഞ്ഞ വവൽ ഗ്ലൈഡ് ആണ്, അതായത് കോമ്പിനേഷൻ ഓഫ് 2 വവൽസ് ആണ്. പിന്നെ വരുന്നത് 24 കൺസണൻസ് ആണ്. ടോട്ടൽ 44 സൗണ്ട്സ്, 26 ലെറ്റേഴ്സ്, 26 ആൽഫബറ്റ്സ് ഫോർ എക്സ്പ്രസിംഗ് 44 സൗണ്ട്സ് എന്ന് പറയാം. കൺസണൻസ് ഇതുപോലെ തന്നെ പറയാം. വവൽസിന്റെ ഡെഫിനിഷൻ അവിടെ ഓഡിബിൾ ഫ്രിക്ഷണൽ നോയ്സ് കാണും. Consonants are sounds produced either by completely closing the air passage for a long time or by narrowing the air passage and allowing the air to pass in a continuous stream with an audible friction. അതാണ് കൺസണൻസ്. ഇവിടെ വോയിസ്ഡും വരാം, വോയിസ്ലെസ്സും വരാം. കൺസണൻസ് ആർ either voiced sounds or voiceless sounds during the production of which the air escape from the mouth or not air escape from the mouth. Consonants are sounds produced either by completely closing the air passage for a time or by narrowing the air passage and allowing the air to pass in a continuous stream with an audible friction. ഇവിടെ 24 consonants ഉണ്ട് ഇംഗ്ലീഷ്. ഓക്കെ, സോ വവൽസ് പഠിച്ചു, കൺസണൻസ് പഠിച്ചു. വവൽസ് വോയിസ്ഡ് ആണെങ്കിൽ കൺസണൻസ് വോയിസ്ഡുമാണ്, വോയിസ്ലെസ്സുമാണ്. അടുത്തതിലേക്ക് പോകാം. ഡിപ്തോങ്സ് സിമ്പിൾ ആണ്. ഇതിനെ വിളിക്കുന്ന പേര് വവൽ ഗ്ലൈഡ് എന്നാണ്. വെൻ വൺ വവൽ സൗണ്ട് ഗ്ലൈഡ്സ് മൂവ്സ് ഇൻടു അനദർ വവൽ സൗണ്ട് ഇറ്റ് ഈസ് കാൾഡ് എ ഡിപ്തോങ്. ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് 2 വവൽ സൗണ്ട്സ്. അത്രയും പഠിച്ചാൽ മതി. എപ്പോഴും 2 വവൽ സൗണ്ട്സ് കാണും. അപ്പം ഈ ഇങ്ങനെ വരുമ്പം ഇതൊരു എന്താണ്? ഇതൊരു ഡിപ്തോങ് ആണ്, നമുക്കറിയാം. ഇങ്ങനെ വരുന്ന കേസുകളുണ്ട്. അപ്പോൾ അതാണ് 2 വവൽ സൗണ്ട്സ്. ഒരു വവൽ തുടങ്ങിയിട്ട് അടുത്തിലേക്ക് ഗ്ലൈഡ് ചെയ്യുമ്പോൾ അതിനെ വിളിക്കുന്നതാണ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ വവൽ ഗ്ലൈഡ്, അല്ലെങ്കിൽ പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് 2 വവൽ സൗണ്ട്സ്. അത്രയേ ഉള്ളൂ. 12 വവൽസ് ഉണ്ട്, 8 ഡിപ്തോങ്സ് ഉണ്ട്. ഡിപ്തോങ്സിന്റെ സ്പെല്ലിംഗ് നോക്കണം, DIPH. കോൺസണൻസ് 24 എണ്ണം ഉണ്ട്. എത്ര എണ്ണം ഉണ്ട്? 24 കോൺസണൻസ് ആർ ദെയർ ഇൻ ഇംഗ്ലീഷ്. ടോട്ടൽ 44 സൗണ്ട്സ്. അടുത്തായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന വേർഡ് എസിമുലേഷൻ എന്ന് പറയുന്ന വേർഡാണ്. സിമ്പിളാണ്. ഇറ്റ് റെഫേഴ്സ് ടു ദ ചേഞ്ച് ഓഫ് വൺ സൗണ്ട് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് അനദർ സൗണ്ട്. ഒരു സൗണ്ടിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് അതിന് ശേഷം വരുന്ന സൗണ്ടിൽ, അല്ലെങ്കിൽ ശേഷം വരുന്ന സൗണ്ടിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് തൊട്ടു മുമ്പിൽ കിടക്കുന്ന സൗണ്ടിൽ വരുന്ന ചേഞ്ചിനെയാണ് അസിമുലേഷൻ എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് ഉദാഹരണം പറയാം. യൂഷ്വലി ദ സൗണ്ട് ന് changes into ng when it comes before k sound. ഏറ്റവും നല്ല ഉദാഹരണമാണ് തിങ്ക്. നമുക്കറിയാം തിങ്ക് എന്ന് പറയുന്ന വാക്കിൽ ന സൗണ്ട് കഴിഞ്ഞു വരുന്നത് k സൗണ്ടാണ്, ആണല്ലോ. ഇതിൻ്റെ ഫൊണറ്റിക്സ് ട്രാൻസ്ക്രിപ്ഷൻ എഴുതുമ്പം ത് ഇ അത് കഴിഞ്ഞ് വരേണ്ടത് ന ആണ്. പക്ഷേ ഈ k സൗണ്ട് ഇവിടെ വന്നതുകൊണ്ട് ന് എന്തായിട്ട് മാറും? ങ് എന്ന് പറയുന്ന സൗണ്ട് ആവും. ങ് എന്ന് പറയുന്ന സൗണ്ട് ആകും. ഇതാണ് കറക്റ്റ്. തിങ്ക്. കെ സൗണ്ടിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് ന് എന്ന് പറയുന്ന സൗണ്ട് ങ് സൗണ്ടായി മാറിയ പ്രക്രിയ വിളിക്കുന്ന പേരാണ് അസിമുലേഷൻ.
ഇത് ഇവിടെയും കാണാം. ഇൻകം എന്ന് എഴുതുന്നിടത്ത് ഈ ക സൗണ്ട് കൊണ്ട് ന് എന്ന് പറയുന്ന സൗണ്ട് അതുപോലെ തന്നെ ങ് ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ, refers the change of one sound under the influence of another sound. Usually the sound n changes into ng when it comes before k sound. Examples like think and income. Think and income are examples of this. ഇതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ ന സൗണ്ട് ങ് സൗണ്ട് ആയിട്ട് മാറുന്നു. എന്തുകൊണ്ട്? കെ സൗണ്ട് അല്ലെങ്കിൽ ക സൗണ്ടിന്റെ കെ സൗണ്ട് അല്ല ക എന്ന് പറയുന്നത്. ഇവിടെ ക, ഇവിടെയും സി വരുമ്പോൾ ഉച്ചരിക്കുന്നത് ക എന്നാണ്. ഇതിനെ വിളിക്കുന്ന പേരാണ് അസിമുലേഷൻ. ഞാൻ 1-2 ഉദാഹരണം കൂടെ കാണിച്ചു തരാം. ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് അസിമുലേഷൻ. ദ വേർഡ് ഹോഴ്സ് ഷൂ എന്ന് പറയുന്ന വാക്ക് ഉച്ചരിക്കുന്നത് നമുക്കറിയാം ഈ സായാണ്. ഇവിടെ സൗണ്ട് സ ആണ് വരേണ്ടത്, സ ആണ്. പക്ഷേ ഹോഴ്സ്ഷൂവിന്റെ പ്രൊനൗൺസിയേഷൻ കണ്ടോ, ഇതാണ് വരുന്നത്. ഷ എന്ന് പറയുന്ന സൗണ്ടാണ് ഷ്. എന്തുകൊണ്ട് യെസ് സ് എന്ന് പറയുന്ന സൗണ്ട് ഷ് എന്ന് പറയുന്ന സൗണ്ട് ആയിട്ട് മാറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഹോഴ്സ്ഷൂ ഈസ് കറക്റ്റ്ലി പ്രൊനൗൺസ്ഡ് ആസ് ഹോഴ്സ്ഷൂ വേർ ദ സൗണ്ട് ഇൻ ഹോഴ്സ് ഈസ് ചേഞ്ച് ടു ഷ് സൗണ്ട് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഈ സൗണ്ട് ആണ്. അതായത് ഇവിടെ വരുന്ന എസ് എച്ച് എന്ന് പറയുന്ന വാക്ക് ഉച്ചരിക്കുന്നത് ഷ് എന്നായതുകൊണ്ട് അതിന് തൊട്ട് മുമ്പ് വരുന്ന എസ് സൗണ്ട് അതും എന്തായിട്ട് മാറുന്നു? ഷ് സൗണ്ട് ആയിട്ട് മാറുന്നു എന്നുള്ളതാണ്. അതായത് ഈ എസ് എച്ച് എന്ന് പറയുന്ന സൗണ്ട് ഷ് എന്ന് പറയുന്ന സൗണ്ടാണ് അവിടെ വന്നിരിക്കുന്നത്. ആ ഇൻഫ്ലുവൻസ് കൊണ്ട് തൊട്ടു മുമ്പിൽ വരേണ്ട എസ് എന്തായിട്ട് മാറുന്നു? ഷ് ആയിട്ട് മാറുന്നു. ഇതിനെയും നമുക്ക് എന്തായിട്ട് പറയാം? അസിമുലേഷന്റെ ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് നമുക്ക് പറയാം. So horseshoe pronounced as horseshoe. Here the sh sound in horse is changed into sh sound under the influence of sh sound in the next word. അടുത്ത വേർഡിലെ ഷൂ എന്ന് പറയുന്ന വേർഡിലെ ഷ് എന്ന് പറയുന്ന സൗണ്ട് ആണ് ഇതിനെ മാറ്റിയത്. The change of one sound under the influence of another sound is called assimilation. Handkerchief എന്ന് പറയുന്ന വാക്കിലും ഈ ഡി സൗണ്ട് സൗണ്ട് കൊണ്ട് എന്തായി മാറുന്നു? ക സൗണ്ട്, ക എന്ന് പറയുന്ന സൗണ്ട് നമ്മൾ പറയുന്നത് പോലെ ങ് സൗണ്ട് ആയിട്ട് മാറുന്നു. ഹാൻകർചീഫ് എന്ന് പറഞ്ഞ് വരും. ഏറ്റവും നല്ല ഉദാഹരണങ്ങളാണ് ഈ പറഞ്ഞതെല്ലാം. ഇൻകം, തിങ്ക്, ഹോഴ്സ്ഷൂ, ഹാൻകർചീഫ്, ഓൾ ദീസ് ആർ എക്സാമ്പിൾസ് ഓഫ് അസിമുലേഷൻ. അത് നമ്മൾ എങ്ങനെ എക്സാമ്പിളിലൂടെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. സിലബിൾ, ഫൈനൽ വേർഡ് സിലബിൾ. വാട്ട് ഈസ് എ സിലബിൾ? ദ സിലബിൾ ഈസ് വൺ ഓഫ് ദ ബേസ് യൂണിറ്റ്സ് ഓഫ് എ ലാംഗ്വേജ്, വൺ ഓഫ് ദ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയാൻ വേണമെങ്കിൽ. ഏറ്റവും ചെറിയ യൂണിറ്റ് ആണ് ഒരു ലാംഗ്വേജിന്റെ. ഏറ്റവും ചെറിയ യൂണിറ്റിനെ സിലബിൾ എന്ന് വിശേഷിപ്പിക്കാം. സിലബിൾ ഈസ് വൺ ഓഫ് ദ ബേസിക് യൂണിറ്റ് ഓഫ് എ ലാംഗ്വേജ്. ബേസിക് യൂണിറ്റ് ഓഫ് എ ലാംഗ്വേജ്. ഇംഗ്ലീഷ് വേർഡ്സ് ആർ ബ്രോക്കൺ അപ്പ് ഇൻ സിലബിൾസ്. ഇംഗ്ലീഷിലെ ഓരോ വേർഡിനെയും സിലബിൾ ആയിട്ട് മുറിക്കാം. നമ്മളിങ്ങനെ മുറിക്കാറുണ്ട്. മോണോസിലബിക് അങ്ങനെയൊക്കെ നമ്മൾ മുറിക്കാറുണ്ട്. English metrical form is based on the number of syllables in a word. ഇംഗ്ലീഷിലെ മെട്രിക്കൽ ഫോം എടുത്ത് പരിശോധിച്ചാൽ അത് കണക്ക് കൂട്ടുന്നത് നമ്പർ ഓഫ് സിലബിൾസ് വെച്ചാണ്. സിലബിൾസിന്റെ ഒരു വേർഡിലെ സിലബിൾസിന്റെ എണ്ണം വെച്ചാണ്. സംഭവമൊന്നുമില്ല. ഒരു വവൽ സൗണ്ട് ചേർന്ന് വരുന്നത് ഒരു സിലബിൾ. ഇപ്പോൾ ഒരു വേർഡിൽ ഒറ്റ വവൽ സൗണ്ടേ ഉള്ളെങ്കിൽ ഒരു സിലബിൾ, 2 വവൽ സൗണ്ട്സ് ഉണ്ടെങ്കിൽ 2 സിലബിൾ, 3 ഉണ്ടെങ്കിൽ 3 സിലബിൾ. ഞാൻ 3 ഉദാഹരണം കാണിച്ചുതരാം. The number of syllables in a word depends on the number of vowel sounds in it. The number of syllables depends on the number of vowel sound in it. അതാണ്. The number of syllables in a word depends on the number of vowel sounds in it. The vowel sound by itself can constitute. അതായത് ഒരു vowel sound മാത്രം വേണമെങ്കിൽ എന്തായിട്ട് മാറാം? ഒരു സിലബിൾ ആയിട്ട് മാറാം. അപ്പോൾ ഉദാഹരണം ഐ എന്ന് പറയുന്ന വാക്കിൻ്റെ ഫൊണറ്റിക് ട്രാൻസ്ക്രിപ്ഷൻ ആണ് ഐ. അവിടെ ഇതൊരു ഡിപ്തോങ് ആണ്, വവൽ ഗ്ലൈഡ് ആണ്, അതൊരു സൗണ്ടാണ്, ഒറ്റ സൗണ്ടാണ്. അപ്പം ഇതൊരു വവൽ മാത്രമാണ്. നോക്കൂ. സോ ദ വവൽ സൗണ്ട് ബൈ ഇറ്റ് സെൽഫ് ക്യാൻ കോൺസ്റ്റിറ്റ്യൂട്ട് എ സിലബിൾ. ഒരു സിലബിൾ, ഒരു വേർഡ്, ഒറ്റ വവൽ, അങ്ങനെയും വരാം. ഇനി a vowel can combine with a consonant or consonants and remain a syllable. ഇവിടെ
ഒരു വൊവലിൻ്റെ കൂടെ ഒരു കൺസണൻറ്റോ അല്ലെങ്കിൽ ഒന്നിലധികം കൺസണൻസോ വന്നാലും അത് വൊവലായിട്ട് തന്നെ തുടരും. ഉദാഹരണത്തിന് ഹി എന്ന് പറയുന്ന വേർഡിൽ ഒരു കൺസണൻറ്റിന് ശേഷമാണ് ഒരു വവൽ വരുന്നത്. ഇത് മോണോസിലബിക്. ഇറ്റ് എന്ന് പറയുന്ന വാക്കിൽ ഒരു വവൽ സൗണ്ട് കഴിഞ്ഞാണ് ഒരു കൺസണൻറ്റ് സൗണ്ട് വരുന്നത്. ഇതും മോണോസിലബിക്. ഹിറ്റ് എന്ന് പറയുന്ന വാക്കിൽ രണ്ട് എ വവൽ ഈസ് പ്ലേസ്ഡ് ഇൻ ബിറ്റ്വീൻ ടു കോൺസണന്റ് സൗണ്ട്സ്. ഓക്കെ, എ വവൽ ഈസ് പ്ലേസ്ഡ് ഇൻ ബിറ്റ്വീൻ ടു കൺസണന്റ് സൗണ്ട്സ്. അതുകൊണ്ട് ഇതും മോണോസിലബിക് ആണ്. ചുരുക്കി പറഞ്ഞാൽ ഹി, ഇറ്റ്, ഹിറ്റ്, ഓൾ ദീസ് വേർഡ്സ് ആർ മോണോസിലബിക് വേർഡ്സ് എന്ന് പറയാം. ഇനി 2 സിലബിൾ ഉള്ളത് കാണണ്ടായോ? ഇതെല്ലാം മോണോസിലബിക് വേർഡ്സ് ആണ്, മുമ്പേ പറഞ്ഞതാണ്. ഇനി വരുന്നത് ഇവൻ എ വേർഡ് ലൈക്ക് ഹെയ്റ്റ്, ചർച്ച്, നേഷൻ, ഓൾ ദീസ് ആർ എക്സാമ്പിൾസ് ഓഫ് മോണോസിലബിക്. കാണുമ്പോൾ ഒരുപാട് അക്ഷരങ്ങളുണ്ടെങ്കിലും ഒരു വവലേ ഉള്ളൂ. ഹൈറ്റ് എങ്ങനെയാണ് ഹെയ്റ്റ് എന്ന് പറയുന്ന വാക്ക് ഉച്ചരിക്കുന്നത്? ഇതാണ്ടേ ഇങ്ങനെയാണ്, ഒറ്റ വവലേ ഉള്ളൂ. ഇതാണ്. അതുകൊണ്ട് തന്നെ അത് മോണോസിലബിക്കാണ്. ചേർച്ച് എന്ന് പറയുന്ന വാക്ക് ചേർച്ച് എന്ന് പറയുന്ന വാക്കിലും ഒറ്റ വവലേ ഉള്ളു. ചേർച്ച്. നേഷൻ, അവിടെ ഒറ്റ വവലേ ഉള്ളു. നെയ് എന്ന് പറയുന്ന സൗണ്ട് കഴിഞ്ഞ് വരുന്നത്. സോ ചുരുക്കി പറഞ്ഞാൽ അതെന്താണ്? മോണോസിലബിക്കാണ്. കാണുമ്പോൾ വലിപ്പം ഉണ്ടെങ്കിലും മോണോസിലബിക്ക്. ഇവിടെ നോക്ക്, കോളേജ്, നോളജ് എങ്ങനെ എഴുതുന്നത്? 2 സിലബിൾ ഉള്ള വാക്കുകളാണ്. കോളേജ് ഞാനൊന്ന് എഴുതി കാണിക്കാം. ഒരുപാട് കാലമായി കേട്ടോ ഫോണറ്റിക്സ് പഠിപ്പിച്ചിട്ട്. അതിൻ്റെ ഒരു ചെറിയ പോരായ്മയുണ്ട്. പക്ഷെ നിങ്ങൾക്ക് എത്രമാത്രം മനസ്സിലാവുന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ ഏറ്റവും സിമ്പിളായിട്ട് പഠിപ്പിക്കാനാണ് എപ്പോഴും ശ്രമിക്കുന്നത്. അതായത് പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രയോറിറ്റി ഞാൻ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഓരോ വിഷയമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത്. അത് എത്രമാത്രം നമ്മളത് മനസ്സിലാക്കുന്നു അതിനനുസരിച്ച് നമ്മൾ സത്യം പറഞ്ഞാൽ വലിയ രീതിയിൽ മനസ്സിലാക്കുന്നതിനേക്കാൾ നല്ലത് നമുക്കത് ഒരു വലിയ കാര്യമാണെങ്കിൽ അതിൻ്റെ കുറച്ച് കാര്യങ്ങളായാലും കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലാതെ നമ്മൾ ഒരുപാട് അതിനെക്കുറിച്ച് ചിന്തിച്ച് വലിയ സംഭവമാക്കി കാണുമ്പോൾ പലപ്പോഴും അത് നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാവണമെന്നില്ല. ഇപ്പോൾ ഈ പഠിച്ച കാര്യങ്ങളിൽ എല്ലാത്തിൻ്റെയും ഒരു കറക്റ്റ് പിക്ചർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അത് മാത്രമാണ് ഞാൻ എൻ്റെ ഈ ഫ്രീ ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്ന ഓരോ ക്ലാസ്സും അതുപോലെ ആയിരിക്കും. സോ ഓ സൗണ്ട് കോളേജ്, കോളേജ് എന്നാണ്. ജ്, കോളേജ്. ഇവിടെ ഓയും ഉണ്ട് ഇയും ഉണ്ട്. ഒ ഇ 2 വവൽ വരുന്നുണ്ട്. സോ 2 സിലബിൾസ്. നോളജ് എന്ന് പറയുന്ന വാക്ക്, നോളജ് ഇതുപോലെ തന്നെ നോളജ്, ഓ നോളജ് 2 വവലുണ്ട്. കണ്ട, ഓയും ഉണ്ട് ഇയും ഉണ്ട്. സോ നോളജ്, കോളേജ്. ഞാൻ ഈ ഓ സൗണ്ടാണ് എഴുതിയിരിക്കുന്നത്. ഓ സൗണ്ട് നിങ്ങൾ കൺഫ്യൂഷൻ ആവണ്ട, ഞാനിങ്ങനെ എഴുതി പഠിച്ചത്. കോളേജ്, നോളജ്. ഓക്കെ, 2 സിലബിളുണ്ട്. മൂന്നാമത്തെ വാക്ക് ഡിസിപ്ലിൻ എന്ന് പറയുന്ന വാക്കാണ്. ഡിസിപ്ലിൻ എന്ന് പറയുന്ന വാക്കിനകത്ത് 3 സിലബിൾ ഉണ്ട്. 3 സിലബിൾ. അപ്പം 1 സിലബിൾ, 2 സിലബിൾ, 3 സിലബിൾ. അപ്പോൾ എന്താണ് സിലബിൾസ്? സിലബിൾ ഈസ് വൺ ഓഫ് ദ ബേസിക് യൂണിറ്റ്സ് ഓഫ് എ ലാംഗ്വേജ്. English words are broken up into syllables. English metrical form is based on the number of syllables in a word. The number of syllables in a word depends upon the number of vowel sound in it. ഒരു വവൽ മാത്രം ഉണ്ടെങ്കിൽ ഒരു സിലബിൾ, 2 ഉണ്ടെങ്കിൽ 2 സിലബിൾ. അത് വവൽ സൗണ്ട്സിൻ്റെ എണ്ണം വെച്ചാണ് നമ്മൾ സാധാരണ കണ്ടുപിടിക്കുന്നത്. ഐ, ഹി, ഷീ, ഇറ്റ്, ഹിറ്റ്, ഓൾ ദീസ് ആർ എക്സാമ്പിൾസ് ഓഫ് മോണോസിലബിക് വേർഡ്സ്. സോ 2 സിലബിൾ വരുന്നത് കോളേജ്, നോളജ്, ഹെയ്റ്റ്, ചർച്ച്, നേഷൻ, ഓൾ ദീസ് ആർ എക്സാമ്പിൾസ് ഓഫ് 2 സിലബിൾ വേർഡ്. ഡിസിപ്ലിൻ 3 സിലബിൾ ഉള്ള ഒരു വാക്കാണ്. ഡിസിപ്ലിൻ്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം ക്ലാസ് കണ്ടവർ. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇതൊരു തുടക്കം മാത്രം. ഇറ്റ് ഈസ് നോട്ട് ആൻ എൻഡ്, ഇറ്റ്സ് ബട്ട് എ ബിഗിനിങ്. സോ ഒരു തുടക്കം മാത്രമാണ്, അവസാനമല്ല. ഞാനിപ്പോൾ ഒരു പോയട്രി ക്ലാസ് നിങ്ങൾക്ക് തന്നു. ഫൊണറ്റിക്സ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഏറ്റവും എളുപ്പത്തിൽ HSA ഇംഗ്ലീഷ്, അതുപോലെ സെറ്റ്, HSSD പരീക്ഷകൾക്കൊക്കെ എന്തായാലും ഇതൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ ഇതൊക്കെ ഏത് തരത്തിലുള്ള ഒബ്ജക്റ്റീവ് ചോദ്യങ്ങൾ വന്നാലും വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കി വെച്ചാൽ ഏത് തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് പോലും ചെയ്യിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ചേഞ്ച് ഓഫ് വൺ സൗണ്ട് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് അനദർ സൗണ്ട്, ഇതിനെ വിളിക്കുന്ന പേരെന്താണ്? അസിമിലേഷൻ.
ഹാൻഡ്കർച്ചീഫ് ഏറ്റവും നല്ല ഉദാഹരണമാണ്. ഇൻകം, തിങ്ക്, ഓൾ ദീസ് ആർ എക്സാമ്പിൾസ് ഓഫ് അസിമുലേഷൻ. ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കി വെക്കാം. എന്താണ് സിലബിൾ? ഏറ്റവും ബേസിക് യൂണിറ്റിനെ വിളിക്കുന്ന പേരാണ് ലാംഗ്വേജിന്റെ സിലബിൾ എന്ന് പറയുന്നത്. മോണോസിലബിക് വേർഡ്സ് എന്താണ്? ഒരു ഉദാഹരണം പറയൂ, എല്ലാം നമുക്ക് മനസ്സിലാവും. അപ്പം നമ്മൾ സത്യത്തിൽ ഇത് സിമ്പിളായിട്ട് പഠിക്കാൻ ശ്രമിച്ചാൽ ഏറ്റവും മനോഹരമായിട്ട് പഠിച്ചാൽ കൺഫ്യൂഷൻ വരും, സ്വാഭാവികം. പക്ഷേ എന്നാലും ജീവിതത്തിൽ മറക്കാത്ത രീതിയിൽ നമുക്ക് പഠിക്കാം. അപ്പോൾ ഒരുപാട് വേർഡുകൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത്, റിസീവ്ഡ് പ്രൊനൗൺസിയേഷൻ ഓർ RP, വോയിസ്ഡ് ആൻഡ് വോയിസ്ലെസ് സൗണ്ട്സ്, വവൽസ്, കൺസണൻസ്, ഡിപ്തോങ്സ്. അതുകൂടാതെ 2 വേർഡ്സ് കൂടി, എസിമിലേഷൻ ആൻഡ് സിലബിൾ. അതുപോലെ തന്നെ 12 വോവൽസ്, 8 ഡിപ്തോങ്സ്, അതുപോലെ 24 കൺസണൻസ്. ടോട്ടൽ 44 സൗണ്ട്സ്. 26 അക്ഷരങ്ങൾ ആണ് നമുക്കുള്ളത്, 44 സൗണ്ട് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി. അതാണ് ഇംഗ്ലീഷിൻ്റെ ഒരു പ്രത്യേകത. മലയാളം ഇംഗ്ലീഷ് തമ്മിലുള്ളൊരു പ്രത്യേകത ഫൊണറ്റിക് അൺഫൊണറ്റിക് എന്നുള്ള കേസ് വരുന്നുണ്ട്. സോ എന്താണ് ഫൊണറ്റിക് അൺഫൊണറ്റിക് എന്ന് വെച്ചാൽ, അതായത് മലയാളത്തിൽ നമ്മൾ വെള്ളം എന്നെഴുതും, വെള്ളം എന്ന് വായിക്കും, അർത്ഥവും വെള്ളം. എന്നാൽ ഇംഗ്ലീഷിൽ WATER എന്നെഴുതും, വാട്ടർ എന്ന് വായിക്കും, അർത്ഥം വെള്ളം. ഇതാണ് ഈ ഫൊണറ്റിക്കും അൺഫൊണറ്റിക്കും തമ്മിലുള്ള വ്യത്യാസം. സോ കുറച്ച് ലാംഗ്വേജുകൾ ഫൊണറ്റിക് ആണെങ്കിൽ കുറച്ച് ലാംഗ്വേജുകൾ അൺഫൊണറ്റിക് ആണ്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇതുപോലെ സിമ്പിളായിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം കേട്ടാലേ ഞാൻ ഇനി തുടർന്ന് ക്ലാസ് ചെയ്യൂ. ഞാൻ 4 വർഷം മുമ്പ് ഉപേക്ഷിച്ചതാണ്. അന്ന് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ അടുത്ത്, PG ആണ് ഇതിൻ്റെ ആധാരം എന്ന് പറയുന്നത്. ഞാൻ PG പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് എനിക്ക് സെറ്റ് പരീക്ഷ പാസ്സാവുന്നത്. അതേ വർഷം തന്നെ നെറ്റ് പരീക്ഷ പാസ്സാവുന്നു. ഈ HSST-യുടെ മെയിൻ ലിസ്റ്റിൽ ഞാൻ വരുന്നു. BEd കഴിഞ്ഞാണ് ഞാൻ PG ചെയ്തത്. സോ ഈ 3 കാര്യങ്ങൾ ഒരുമിച്ച് ഞാൻ നേടിയെടുത്ത് PG പഠിച്ചു. നിങ്ങൾ ഏത് പരീക്ഷയ്ക്ക് ഇംഗ്ലീഷിൻ്റെ പഠിക്കുന്നവരാണെങ്കിലും PG ആണ് ആധാരം. അന്ന് ഞാനിത് ക്ലാസ് എടുക്കുമായിരുന്നു. ഇപ്പം ഞാൻ ഇംഗ്ലീഷ് ഗ്രാമറിലേക്ക് വന്നതിന് ശേഷം PSC-യിൽ അവിടെ ഒതുങ്ങിക്കൂടി പോവുകയായിരുന്നു. ഇപ്പോഴാണ് HSC-യിലേക്ക് വന്നത്. അപ്പോഴാണ് എനിക്കൊരാഗ്രഹം പഴയതൊക്കെ ഒന്ന് പൊടി തട്ടിയെടുക്കണം. അതിൻ്റെ പേരിലാണ് നിങ്ങളുടെ മുമ്പിൽ ക്ലാസ്സുമായിട്ട് എത്തുന്നത്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തരാൻ എനിക്ക് പറ്റും. സോ അതുകൊണ്ട് തന്നെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പോരായ്മകൾ ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാം. ഞാൻ ഇതിൻ്റെ തുടർച്ച ഇനിയിപ്പോൾ വേറൊരു ഭാഗമായിരിക്കും. ഇപ്പം ടീച്ചിങ് മെത്തഡോളജിയോ എല്ലാ ഭാഗങ്ങളും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കണം എന്നെനിക്കൊരാഗ്രഹമുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം. സോ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൽ അത്യാവശ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇംഗ്ലീഷ് HS ഞാൻ മാത്രമല്ല 7 അധ്യാപകരുടെ ടീമാണ് HS നയിക്കുന്നത്. പ്രഗത്ഭരായ അധ്യാപകരാണ്. എന്നെക്കാൾ മിടുക്കന്മാരായ അധ്യാപകരുടെ ടീം തന്നെ എൻട്രിയിലുണ്ട്. സോ അതുകൊണ്ട് തന്നെ HSA സെറ്റ് കോഴ്സിൽ നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ കോഴ്സിലേക്ക് വരിക. നിങ്ങൾ ഈ കോഴ്സിൻ്റെ ഭാഗമാകുക. അടുത്ത HSA അല്ലെങ്കിൽ അടുത്ത സെറ്റ് ഉറപ്പായിട്ട് നിങ്ങൾ നേടിയിരിക്കും. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മളിനി UGC നെറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി വളരെ ഗംഭീരമായിട്ട് ട്രെയിനിങ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും നമുക്കത് വിജയിപ്പിക്കാൻ കഴിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ. സോ അടുത്ത ഇതിൻ്റെ 3ാമത്തെ എപ്പിസോഡുമായിട്ട് വരുന്നതായിരിക്കും. തൽക്കാലത്തേക്ക് മിഷൻ 2020 വിട പറയുന്നു. അടുത്ത എപ്പിസോഡ് വരെ കാത്തിരിക്കുക. വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം.